നമസ്കാരം. വിക്രമാദിത്യൻ കഥകള് കേട്ടു തുടങ്ങിയല്ലോ അല്ലേ? എങ്ങനെയുണ്ട്? ഈ കഥകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ കഥകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂട്ടുകാരെയും വീട്ടുകാരെയും അവരുടെയൊക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെയും ഈ കഥകൾ കേൾപ്പിക്കണം. ഈ വിക്രമാദിത്യൻ കഥകള് വെറും കഥകൾ മാത്രമല്ല, സാരാംശ കഥകളാണ്, ഉപദേശ കഥകളാണ്. നമ്മുടെ ജീവിതത്തില് നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാം എന്ന് ആലോചിക്കാവുന്ന, അല്ലെങ്കിൽ അതിന് ഒരു വഴി കണ്ടെത്താവുന്ന തരത്തിലുള്ള ചില സാരോപദേശങ്ങളും ചില പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം ഈ വിക്രമാദിത്യ കഥകളിലുണ്ട്. അതുകൊണ്ട് തന്നെ വിക്രമാദിത്യ കഥകൾ ലോക പ്രശസ്തമാവാൻ കാരണവുമായത്. അപ്പൊ ഈ കഥകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വാദ്യകരമായിരിക്കും എന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, വിദ്യാസാഗരൻ എന്ന മഹാപണ്ഡിതനായിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠൻ കലിംഗ രാജ്യത്തെ രാജാവാവുന്നതും അദ്ദേഹത്തിന്റെ 4 ഭാര്യമാരിൽ 4 പുത്രന്മാർ ജനിക്കുന്നതൊക്കെയാണ്. മൂത്ത മകൻ വരരുചി, രണ്ടാമത്തെ ഭാര്യ അത് ക്ഷത്രിയ കുമാരിയിലുണ്ടായ മകൻ വിക്രമാദിത്യൻ, വൈശ്യ സ്ത്രീയിലുണ്ടായ മകൻ ഭട്ടി, 4ാമത് ശൂദ്ര തരുണിയിലുണ്ടായ മകൻ ഭർതൃഹരി. വിദ്യാസാഗരന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഭർതൃഹരി രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. മഹാപണ്ഡിതർ, അച്ഛനിൽ നിന്ന് പാണ്ഡിത്യമൊക്കെ ധാരാളം അവഗാഹമായിട്ടുള്ള അറിവ് നേടിയ ഭർതൃഹരി സഹോദരങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ രാജ്യം ഭരിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭർതൃഹരിയുടെ രാജസന്നിധിയിൽ ഒരു പണ്ഡിത ശ്രേഷ്ഠൻ വരികയും ദേവലോകത്ത് നിന്ന് ലഭിച്ചതാണ് എന്ന് അറിയിച്ചുകൊണ്ട് വിശേഷപ്പെട്ട ഒരു മാതള നാരകം അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. അതിന്റെ പ്രത്യേകത എന്താണെന്നാ പറഞ്ഞത്? ഈ മാതള നാരകം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ കഴിക്കുന്ന ആൾക്ക് പിന്നെ ഒരിക്കലും ജരാനരകൾ ബാധിക്കുകയോ പ്രായമാവുകയോ അസുഖങ്ങൾ ബാധിക്കുകയോ ഒന്നും ചെയ്യാതെ നിത്യ യൗവന യുക്തനായി തന്നെ ജീവിക്കാം. ഇതാണ് ആ മാതള നാരകത്തിന്റെ പ്രത്യേകത. സന്തോഷത്തോടുകൂടി ഭർതൃഹരി രാജാവ് ആ പഴം സ്വീകരിച്ചു. താപസ ശ്രേഷ്ഠനെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് യാത്രയാക്കി. അതിനുശേഷം ഭർതൃഹരി എന്ത് ചെയ്തു? തൻ്റെ 4 ഭാര്യമാരിലെ പട്ടമഹിഷിയായിട്ടുള്ള രാജ്ഞിയെ സമീപിച്ച് അന്തപുരത്തിൽ ചെന്ന് രാജ്ഞിയുടെ അടുത്ത് വിശേഷപ്പെട്ട ഈ പഴം സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മഹാറാണി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായ നിനക്ക് ഞാൻ ഈ മാതള നാരകപ്പഴം സമ്മാനമായി തരികയാണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്താന്ന് വെച്ചാൽ, ഇത് ഭക്ഷിക്കുന്ന ആൾക്ക് പിന്നെ ജീവിതത്തിൽ എന്നും നിത്യ യൗവനമായിരിക്കും. ജരാനരകൾ ബാധിക്കില്ല, അസുഖങ്ങൾ വരില്ല, എന്നും ആഹ്ലാദത്തോടെ ജീവിക്കാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട പട്ടമഹിഷിയായ നീ ഈ മാതള നാരകം കഴിക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇത് ഉടനെ തന്നെ കഴിക്കണ്ട, ഇത് സൂക്ഷിച്ചു വെക്കുക. ഇതിന് പറ്റിയൊരു മുഹൂർത്തം ഏതാണെന്ന് ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിച്ചതിന് ശേഷം നമുക്ക് ഈ പഴം കഴിക്കാം. ഇതായിരുന്നു രാജാവിൻ്റെ ഉപദേശം. വളരെ സന്തോഷത്തോടു കൂടി പട്ടമഹിഷി ആ മാതള നാരകം കയ്യിൽ വാങ്ങി രഹസ്യമായിട്ടുള്ള സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കാൻ ഏർപ്പാട് ചെയ്തു. പക്ഷേ ഭർതൃഹരി കരുതിയതുപോലെ നല്ലവളായിരുന്നില്ല ഈ പട്ടമഹിഷി. മുൻപ് ഞാൻ കഥയിൽ പറഞ്ഞിരുന്നു, ബ്രാഹ്മണ ശ്രേഷ്ഠനായ വിദ്യാസാഗരന്റെ ശൂദ്ര സ്ത്രീയിലുണ്ടായ മകനാണ് ഭർതൃഹരി. ഒരു പ്രത്യേക വാത്സല്യം ഭർതൃഹരിയോട് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഭർതൃഹരിയെ രാജാവായി പിന്തുടർച്ചാവകാശക്കാരനായി വാഴിച്ചത്. അക്കാലത്തെ വിശ്വാസവും ശാസ്ത്ര പ്രമാണങ്ങളും അനുസരിച്ച് ശൂദ്ര തരുണിയിലുണ്ടായ മകൻ വിവാഹം കഴിച്ച് അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ മുത്തച്ഛനായിട്ടുള്ള ബ്രാഹ്മണന് മോക്ഷം ലഭിക്കില്ല, ജീവിതത്തിൽ ശാന്തി ലഭിക്കില്ല എന്നൊരു വിശ്വാസവും ശാസ്ത്ര പ്രമാണവും ഉണ്ടായിരുന്നത്രേ. അതുകൊണ്ട് ഭർതൃഹരിയോട് മരണസമയത്ത് അച്ഛനായിരുന്ന വിദ്യാസാഗരൻ പറഞ്ഞത്,
നീ വിവാഹം കഴിക്കരുത്, അഥവാ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിൽ സന്താനങ്ങൾ ഉണ്ടാവരുത് എന്നാണ്. അപ്പോ നമ്മുടെ ഈ പട്ടമഹിഷിയുടെ കാര്യം നമുക്കൊന്ന് ഊഹിക്കാമല്ലോ. വിവാഹിതയാണ്, രാജ്ഞിയാണ് എന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് യാതൊരുവിധ ഭർത്തൃസുഖവും ഉണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പട്ടമഹിഷിക്ക് ഒരു രഹസ്യ കാമുകനുണ്ടായിരുന്നു. അത് ആരാണെന്നറിയാമോ? ആ കൊട്ടാരത്തിലെ അശ്വപാലകൻ എന്ന് പറഞ്ഞ കുതിരക്കാരൻ. ആരോഗ്യ ദൃഢഗാത്രനും കാണാൻ സുമുഖനും സുന്ദരനുമായ ആ അശ്വപാലകനെയാണ് മഹാറാണി രഹസ്യമായി പ്രേമിച്ചിരുന്നത്. രാജാവ് പറഞ്ഞ മാതിരി ജ്യോത്സ്യനെ കാണാനും മുഹൂർത്തം കുറിക്കാനും ഒന്നും കാത്തിരിക്കാൻ മഹാറാണിക്ക് മനസ്സ് വന്നില്ല. അവരെന്ത് ചെയ്തെന്നറിയോ? ഒരു ദിവസം തന്റെ രഹസ്യ കാമുകനെ അന്തഃപുരത്തിലേക്ക് വിളിപ്പിച്ചു. രാജ്ഞിയും ആ കാമുകനും തമ്മിൽ എന്നും കൂടിക്കാണാൻ സൗകര്യമൊരുക്കുന്ന വിധത്തിൽ അന്തഃപുരത്തിന് ചില രഹസ്യ വാതിലുകളും രഹസ്യ അറകളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്തെ കൊട്ടാരത്തിലൊക്കെ അങ്ങനെയാണല്ലോ. അന്തഃപുരത്തിലെ രഹസ്യവാതിൽ വഴി കുതിരക്കാരൻ അകത്തു വന്നു. മഹാറാണി കയ്യിലിരുന്ന വിശേഷപ്പെട്ട മാതള നാരകപ്പഴം ആ അശ്വാരൂഢനായിട്ടുള്ള വ്യക്തിക്ക് സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ടവനെ, ഈ മാതള നാരകം വളരെ വിശേഷപ്പെട്ടതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങയ്ക്കൊരിക്കലും ജരാനരകൾ ബാധിക്കുകയോ വാർദ്ധക്യം ബാധിക്കുകയോ ഒന്നും ചെയ്യില്ല. എന്നും ആരോഗ്യ ദൃഢഗാത്രനായി തന്നെ ഇരിക്കും. ഇതങ്ങ് കഴിക്കുക. നമുക്കെന്നും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ രമിച്ചുകൊണ്ട് ജീവിക്കാം. രാജ്ഞി ഉടനെ തന്നെ ഈ പഴം കൊടുത്തുകൊണ്ട് ഈ അശ്വപാലകനെ ഉടനെ തന്നെ പുറത്തേക്ക് അയച്ചു. അവൻ രഹസ്യമാർഗത്തിലൂടെ പുറത്തു വന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയായിരുന്നു. അവന് മറ്റൊരു രഹസ്യ കാമുകയുണ്ട്. അശ്വപാലകന്റെ കാമുകാരാരെന്നറിയോ? ആ നഗരത്തിലെ പ്രസിദ്ധയായ ഒരു വേശ്യ. അതാണ് ഈ അശ്വപാലകന്റെ രഹസ്യ പ്രണയിനി. അവൻ ഈ മാതള നാരക പഴവുമായി പുറത്തേക്ക് പോകുന്ന സമയത്ത് വഴിയില് കുതിരയുടെ ചാണകമൊക്കെ വാരി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയെ കണ്ടു. അത് മറ്റാരുമല്ല, ഈ രഹസ്യ കാമുകയുടെ, അശ്വപാലകന്റെ രഹസ്യ കാമുകയുടെ പരിചാരികയാണ്, അവിടുത്തെ വേലക്കാരിയാണ്. അവൻ അവളെ അടുത്ത് വിളിച്ചു. രഹസ്യമായിട്ട് ഈ മാതള നാരകപ്പഴം അവളെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ യജമാനത്തേക്ക് കൊണ്ടു കൊടുക്കണം, അവളോട് ഇത് കഴിക്കാൻ പറയണം, ഇത് വിശേഷപ്പെട്ട പഴമാണ്. അത്രേ പറഞ്ഞുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞില്ല. അത് ശരി. മാത്രമല്ല, ആ രഹസ്യമായിട്ട് ആ പഴം തന്റെ യജമാനത്തിയുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്നതിന് ഈ കുതിരക്കാരൻ ഒരു വെള്ളി നാണയം സമ്മാനമായിട്ട് ആ വേലക്കാരിയുടെ കയ്യിൽ കൊടുത്തു. അവൾക്ക് സന്തോഷമായി. അന്ന് കണി കണ്ടവനെ വളരെ സന്തോഷത്തോടു കൂടി സ്മരിച്ചുകൊണ്ട് നമ്മുടെ വേലക്കാരി ആ മാതള നാരക പഴവുമായി യാത്രയായി. അങ്ങനെ അവള് തന്റെ ചാണക കൊട്ടയ്ക്ക് മുകളിൽ ഈ മാതള നാരക പഴവും വെച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. അവള് നടന്നു പോകുന്നത് കൊട്ടാരത്തിന്റെ പുറകുവശത്തുള്ള വഴിയിലൂടെയാണ്. ഈ സമയം സന്ധ്യാവാറായി. മഹാരാജാവ് മട്ടുപ്പാവില് സന്ധ്യാ നേരത്തെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഉലാത്തുകയായിരുന്നു. ആ സമയത്താണ് താഴെയുള്ള വഴിയിലൂടെ ചാണകക്കൊട്ടയുമായി നടന്നു പോകുന്ന വേലക്കാരിയെ ശ്രദ്ധിച്ചത്. ശ്രദ്ധിക്കാൻ കാരണം മറ്റൊന്നുമല്ല, അവളുടെ തലയിലിരിക്കുന്ന ചാണകക്കൊട്ടയുടെ മുകളിൽ തന്നെ എന്തോ ഒരു തിളക്കം. എന്താണ് ആ വസ്തു? ഇങ്ങനെ തിളങ്ങുന്നത് എന്താണ് എന്ന് രാജാവ് ശ്രദ്ധിച്ചു നോക്കിയപ്പോ അദ്ദേഹത്തിന് സംശയമായി. ഇത് ഞാൻ രാജ്ഞിക്ക് കൊടുത്ത മാതളപ്പഴമല്ലേ? അതെ, സംശയമില്ല, അത് തന്നെയാണ്. രാജാവ് ഉടനെ തന്നെ അടുത്തു നിന്നൊരു പരിചാരകനെ വിളിച്ചിട്ട് ആ ചാണകം വാരുന്ന സ്ത്രീയെ വളരെ രഹസ്യമായിട്ട് തന്റെ സവിധത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. രാജാവ് വിളിക്കുന്നു എന്ന് കേട്ടപ്പോ ആ ചാണകം വരുന്ന വേലക്കാരി സ്ത്രീ അടിമുടി വിറച്ചുകൊണ്ട് ആ ചാണകക്കൊട്ടയുമായിട്ട് രാജാവിന്റെ മുമ്പിലേക്ക് എത്തി. കൊട്ട താഴെ ഇറക്കി വെച്ചു. രാജാവ് ആ മാതളപ്പഴം സൂക്ഷിച്ചു നോക്കി. സംശയമില്ല, ഇത് ഞാൻ രാജ്ഞിക്ക് കൊടുത്ത വിശേഷപ്പെട്ട മാതളപ്പഴം തന്നെയാണ്. ഇതെങ്ങനെ ഇവളുടെ അടുത്തെത്തി? രാജാവ് ചോദിച്ചു. സത്യം പറ, നിനക്ക് എവിടുന്ന് ഈ മാതളപ്പഴം കിട്ടിയത്? ഇത് വളരെ വിശേഷപ്പെട്ട പഴമാണല്ലോ, ഞാൻ ഇത് ഇങ്ങോട്ട് എടുക്കാം, നിനക്ക് ഇതിന്റെ വിലയും തരാം എന്ന് പറഞ്ഞ് അത് പറയുക മാത്രമല്ല, രാജാവ് ആ മാതളപ്പഴം ആ ചാണകക്കൊട്ടയിൽ നിന്ന് എടുത്തു. ഒരു സ്വർണ്ണ നാണയം ഈ വേലക്കാരിക്ക് അതിന് പകരം സമ്മാനമായിട്ട് കൊടുത്തു. രാജാവ് പിന്നെയും സംശയം മാറാതെ ആ വേലക്കാരി പെണ്ണിനോട് ചോദിച്ചു, നീ സത്യം പറ, നിനക്ക് എവിടുന്ന ഈ മാതളപ്പഴം കിട്ടിയത്? ആരാ തന്നത്?
രാജാവിന്റെ മുമ്പിൽ നുണ പറയാൻ പാടില്ല, അറിയാലോ. ആ കുതിരക്കാരിയുടെ പകുതി ജീവൻ, അല്ല വേലക്കാരിയുടെ പകുതി ജീവൻ പോയിരിക്കുകയാണ്. അവള് വിറച്ചുകൊണ്ട് പറഞ്ഞു, ഉറക്ക കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ രാജാവേ, എന്നെ കൊല്ലല്ലേ, പൊന്നു തമ്പുരാനെ, അങ്ങയുടെ എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം, പക്ഷെ ഇതിലെനിക്ക് യാതൊരു പങ്കുമില്ല. ഈ മാതളപ്പഴം എനിക്ക് ഇവിടുത്തെ കുതിരക്കാരൻ തന്നാണ്. അവിടുത്തെ കുതിരക്കാരൻ മഹാ ചീത്തയാണ്. അയാൾക്ക് നഗരത്തിലെ വേശ്യയുമായിട്ടാണ് അയാളുടെ ബന്ധം. അവൾ അവന്റെ കാമുകിയാണ്. അവൾക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചാണ്. എനിക്ക് വേറൊന്നും അറിയില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാജാവിന് മനസ്സിൽ ആദ്യം കോപം തോന്നി. പക്ഷെ ഈ വേലക്കാരിയെ പോവാൻ അനുവദിച്ചു. അവളോട് പറഞ്ഞു, ഈ കാര്യം ആരോടും മിണ്ടരുത്. രാജാവ് ഉടനെ തന്നെ കുതിരക്കാരനെ വരുത്തി. കുതിരക്കാരനോട് ചോദിച്ചു, നിനക്ക് ഈ പഴം എവിടുന്ന കിട്ടിയത്? രാജസന്നിധിയിലെ കളവ് പറയുകയോ എന്തെങ്കിലും ഒളിപ്പിക്കാനോ ശ്രമിച്ചാൽ നിന്റെ തല കാണില്ല, സത്യം പറ. കുതിരക്കാരനും കാര്യം മനസ്സിലായി, പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. അദ്ദേഹം ഉടനെ പ്ലേറ്റ് മാറ്റി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഇവിടുത്തെ പട്ടമഹിഷിയായിരുന്ന മഹാറാണിയും അടിയനും തമ്മിൽ പ്രേമത്തിലാണ്. അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ അപകടത്തിലാക്കുമെന്ന് ഞാൻ പലതവണ രാജ്ഞിയോട് പറഞ്ഞാണ്. രാജ്ഞി എന്ത് ചെയ്താൽ സമ്മതിക്കാൻ തയ്യാറില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാജ്ഞി കൽപ്പിച്ച എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ രാജ്ഞി എന്നോട് കഴിക്കാൻ പറഞ്ഞു തന്നതാണ്. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി ജരാനരകളോ അല്ലെങ്കിൽ വയസ്സാവുകയോ ചെയ്യില്ല, എന്ന് യൗവനയുക്തനായിട്ട് ഇരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തന്ന പഴമാണ്. എനിക്ക് എന്തിനാ ഇനി യൗവനമൊക്കെ? ഞാൻ അതുകൊണ്ട് എന്നെ എല്ലാ കാലവും ശുശ്രൂഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു കാമുകിയുണ്ട്, ഞാൻ അവൾക്ക് വേണ്ടി കൊടുത്തയച്ചാണ്. എന്നെ ഒരു തരത്തിൽ എന്നെ തെറ്റിദ്ധരിക്കല്ലേ രാജാവ് എന്ന് പറഞ്ഞ് അയാൾ കാൽക്ക വീണു. അത് കഴിഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി. കുറച്ചു നേരം ആലോചിച്ചുകൊണ്ടിരുന്നു. കുതിരക്കാരനോട് പൊക്കോളാൻ പറഞ്ഞു. രാജാവ് അസ്വസ്ഥനായിട്ട് കുറച്ചു നേരം ആലോചിച്ചു. ഭർതൃഹരിക്ക് അപ്പോൾ ഒരു വലിയ കാര്യം മനസ്സിലായി. ജീവിതത്തില് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും നടക്കില്ല. തൻ്റെ രാജ്ഞി തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന സത്യം മനസ്സിലായി രാജ്ഞിയോട് ദേഷ്യം തോന്നിയെങ്കിലും ഭർതൃഹരി മറ്റൊരു തരത്തിലാണ് അതിനെ ചിന്തിച്ചത്. താൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീ കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളിൽ ആമഗ്നയായി ജീവിക്കുകയാണ്. അവൾക്ക് ഒരു കുഞ്ഞുണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും മറ്റൊരു പുരുഷനോട് അവൾക്ക് ആകർഷണം തോന്നി. രാജാവിന് വേറെ 4-5 ഭാര്യമാരും കൂടി ഉണ്ട്. പല സാഹചര്യങ്ങൾ കൊണ്ട് കല്യാണം കഴിക്കേണ്ടി വന്നതാണ്. അവരിൽ ആരിലും മക്കളില്ല. രാജാവ് ഉടനെ തൻ്റെ റാണിമാരെയൊക്കെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം. ആ നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടി വന്ന എല്ലാ സ്വത്തുവകകളും സമ്പാദ്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ പോയി ചോദിച്ചു. അതോടുകൂടി രാജാവ് ഇഹലോക സുഖ സൗകര്യങ്ങളിൽ നിന്നൊക്കെ വിരക്തനായി. ഇനി ഇങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു ലൗകിക ജീവിതം ആവശ്യമില്ല എന്ന ചിന്തയോടുകൂടി ഭർതൃഹരി സിംഹാസനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. സിംഹാസനം ഉപേക്ഷിച്ച് ഇനി കാനനത്തിൽ പോയി തപസ് ചെയ്ത് ജീവിക്കാനാണ് തീരുമാനിച്ചത്. അതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്തു. ആ മാതള നാരകം സ്വയം ഭക്ഷിച്ചു. സിംഹാസനം ഉപേക്ഷിച്ച് പോവാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തെ സഹോദരന്മാരായ വരരുചിയും വിക്രമാദിത്യനും ഭട്ടിയും ഒക്കെ വളരെയധികം തടഞ്ഞു, എതിർത്തു. അങ്ങനെ പോരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും തന്റെ തീരുമാനം മാറ്റാൻ ഭർതൃഹരി തയ്യാറായില്ല. അവസാനം ഒരു നല്ല മുഹൂർത്തത്തില് വിക്രമാദിത്യനെ സിംഹാസനം ഏൽപ്പിച്ചുകൊണ്ട് ഭർതൃഹരി കൊട്ടാരം വിട്ട് തപസ്സനുഷ്ഠിക്കാനായി വനത്തിലേക്ക് യാത്രയായി. ഇങ്ങനെയാണ് ഭർതൃഹരിയുടെ കഥ അവസാനിക്കുന്നത്. ഇന്നത്തെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. നന്ദി. ഈ കഥ നിങ്ങൾക്ക് ഇനിയും തുടർന്ന് കേൾക്കാം.